അവിടെ നിൽക്കണേ. ഇതാണ് എന്റെ പരിപാടി അല്ലേ? എന്ത് പരിപാടി? എന്ത് പരിപാടി എന്നോ? ഇങ്ങോട്ട് വരിക. എന്താ നിങ്ങളെ പ്രശ്നം? നിങ്ങൾ എന്തിനാ ഇവരെയൊക്കെ പാടെ വിളിച്ചുകൊണ്ടിരിക്കണത്? ഇവരെ വിളിച്ചു കൂട്ടിക്കണ എന്താണെന്നറിയോ? അന്റെ ഈ കച്ചവടം നിർത്താൻ വേണ്ടിട്ടാ. അതറിയൊക്കെ എന്തായാലും വെക്ക പ്രശ്നം. എന്താ പ്രശ്നം എന്നോ? ഇവിടെ കയ്യിലല്ലേ ഇവിടെ ആരെ പാർക്കണം എനിക്കറിയില്ലേ? വയൽ നിർത്തി കാര്യം പറയാലേ. ഇവിടെ ഏതാ കൗമ്? ഇവിടെ കയ്യിലെന്തല്ലേ? ഇവിടെ ആരെ താമസിക്കണം? ഇവിടെ അബുക്ക് ഒറ്റക്ക താമസിക്കുന്നത്. ഇവരവിടെ അസമയത്ത് കണ്ടതായിട്ട് നാട്ടില് സംസാരമുണ്ട്. അത് ഞാനും കേട്ടുക്കണേ. അല്ല ചേച്ചി പറഞ്ഞത് സത്യ. ഞങ്ങളൊക്കെ പറയണത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ അറിഞ്ഞും കൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ പൊരി വെയിലത്ത് നിങ്ങളൊക്കെ എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടിക്കണത്? നാട് കയറിന്നോ? മൂപ്പരൊന്ന് വാരി ഓർക്കട്ടെ. എന്തായാലേ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും കേട്ടോ. എല്ലാരും കൂടി എന്താണ് രാധേ? എന്താ അറിയില്ല അബക്ക. ഞാൻ പറഞ്ഞ ഈ പാത്രം എടുത്ത് പോവായിരുന്നു. ഒക്കെ പാട് തന്നെ വളഞ്ഞടിച്ചിരിക്കണു. എന്തോ വലിയ തെറ്റ് ചെയ്ത മാതിരി. എന്താ അരുവിയേ? എന്താ കാര്യം വലിയ നിസ്കാരക്കാരം മുസാവിനെ നടുക്കണ്ടം ഈ അന്യ സ്ത്രീ കൊണ്ടുതന്നെ ഭക്ഷണം. ഈ റംസാന് പകല് വെട്ടി മുങ്ങിട്ടേ പള്ളിക്കക്ക് പോവല്ലെങ്കിൽ പണി. അത് ശരി. അപ്പൊ നിങ്ങക്ക് എന്താ പരിപാടിയില്ലേ? ഞാനൊക്കെ നിങ്ങളെ കരുതിന് നോമ്പും നിസ്കാരൊക്കെ ആയിട്ട് നടക്കുന്ന സാലിയ ഇബാദത്തും കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ്. അല്ലെങ്കിലും ചിലരൊക്കെ മുഖം മൂടി പിടിക്കപ്പെടുമ്പോഴേ പൊളിയുള്ളൂ. ചേച്ചി നിങ്ങൾ ഈ ചെയ്യണത് ഏറ്റവും വലിയ തെറ്റാണ്. അല്ല ഇവളിപ്പോ എന്ത് തെറ്റ് ചെയ്ത് ഞങ്ങളൊക്കെ കൂടിയിട്ട് വിചാരണ നടത്തി കണ്ടുപിടിച്ചത്. അലുവിയേ ഈ പറഞ്ഞത് ശരിയാണ്. ഓള് ഉണ്ടാക്കി കൊണ്ടുവന്ന ഭക്ഷണം ഞാൻ വെട്ടി വിഴുങ്ങിട്ട് തന്നെ പകല് 13 മണിക്കൂർ നോമ്പ് പിടിക്കാനുള്ള അത്താഴം ഒറ്റയ്ക്ക് കഴിയണ ഒരു മനുഷ്യനെ എവിടുന്നാ കിട്ടുക നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ജീവിത പങ്കാളി എന്നെ വിട്ടുപോയിട്ട് 5 കൊല്ലായി. 5 കൊല്ലം. ആ 5 കൊല്ലവും നോമ്പ് കാലത്ത് എനിക്ക് അത്താഴം എത്തിക്കല് എന്റെ ആസിയന്റെ ഒക്കെ ആയിട്ടുള്ള ഈ രാധയാ. അറിയങ്ങൾക്ക് അത് പടച്ചോൻ ഭാഗത്ത് അത്ര വലിയ തെറ്റാണ് എനിക്കിതുവരെ തോന്നിയിട്ടുമില്ല. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? നാട്ടുകാരൊക്കെ വർഗീയതയും തമ്മില് കുന്നായ്മയും കുരുട്ടും പറഞ്ഞ് മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കണ കാലാത്. അതിന് വിത്തിട്ട് കൊടുക്കണത് നിങ്ങളും കൂടിയാണെന്ന് അറിയുമ്പം സങ്കടമുണ്ട് അൽവിയെ, സങ്കടമുണ്ട്. കാളികാവിലുള്ള തെന്നാടൻ സുബൈദാനെ പറ്റി കേട്ടിക്കണെങ്കിൽ ഓർക്കുണ്ടായിരുന്നൊരു കൂട്ടുകാരി അവള് മരിച്ചു വീണപ്പം 3 കുട്ടികൾക്ക് ആരും ഇല്ലാണ്ടായി. ഐറ്റിങ്ങളെ കരുതലിന്റെ ചിറകിനടിയിൽ ഒതുക്കിയത് തെന്നാടൻ സുബൈദേനി. ആ സുബൈദാന്റെ മാപ്പിളയും സഹായിച്ചിക്കണ്. എല്ലാരും പറഞ്ഞു നടക്കണ്ടല്ലോ മദർസ് എന്ന് പറഞ്ഞാൽ അവിടെ വർഗീയത വിത്തിട്ട് വളർത്തുന്ന സ്ഥലമാണെന്ന്. അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദേനി സുബൈദാന്റെ ഭർത്താവ് മാപ്പിള. മനസ്സിലായില്ലേ? ആ നാട്ടിലാടോ നമ്മൾ ജീവിക്കണത്. അവിടെയാണ് നിങ്ങൾ ഈ വേണ്ടാത്ത കുനിഷ്ടും കുന്നായ്മയും ഉണ്ടാക്കണത്. ആരാന്റെ പെര തുറന്നിക്കണോന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുക പൊന്തണ്ടോന്നും അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കണതെന്നും നോക്കണ നേരം കൊണ്ട് അരുവിയേ സ്വന്തം കൽബ് അവിടെ കൂട്ടിയിട്ടുള്ള ഈ ചെയ്ത്താൻ അടിച്ച് പുറത്താക്കാൻ നോക്ക ആദ്യം. അതാ നല്ലത്. നീ നേരും കാലും ഒക്കെ അന്വേഷിച്ച് നടക്കണം. നിങ്ങളൊന്ന് മനസ്സിലായിക്കോ? വാതിൽക്ക് വന്ന് ഈ വാതിലിനൊരു 3 മുട്ടുമുട്ടി ഇന്നെ വിളിച്ച് എനിക്കുള്ള അത്താഴം ഈ കസാരമിൽ വെച്ചിട്ടാ രാധ ഇവിടുന്ന് പോയത്. നോൽമ്പ് നോൽക്കണവർക്ക് മാത്രമല്ല കൂലി, നോൽമ്പ് എടുക്കാൻ സഹായിക്കണവർക്കും പടച്ചോമ്പാകത്ത് കൂലി ഉണ്ടാവും എന്നാണോ? മനസ്സിലായില്ലേ? ഞാൻ ദൂർക്കും കൂടി കഴിഞ്ഞ് പള്ളിയിൽ പോയാല് പിന്നെ തറാവിയും കൂടി കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വരലുള്ളൂ. ഏതെങ്കിലും കുട്ടികൾ ഇവിടെ കൊണ്ടുവന്നാക്കി തരും. ഓള് ഞാനിവിടെ കഴുകി കമറ്റി വെക്കണ പാത്രം ഓളെ സൗകര്യത്തിനോട് എടുത്തുണ്ടാവുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ കുരുട്ടും കുന്നായ്മയും ഏച്ചിക്കട്ടി ഉണ്ടാക്കി നടക്കണ നിങ്ങളോട് മറുപടി പറയാൻ എനിക്കിപ്പോ തൽക്കാലം ഒഴിവില്ല. ഇങ്ങനെ ആരും എനിക്ക് ബോധിപ്പിക്കും വേണ്ട. ഞാൻ പറയാനുള്ളതും തേടാനുള്ളതൊക്കെ അവിടെ തേടലുണ്ട്. കഴിഞ്ഞില്ലേ? പൊയ്ക്കൂടെ എല്ലാവർക്കും. അതെ, ഈ ബേജാറാണ്ട. ഈ ചിൽപ്പിച്ചിരി ഒന്നും കണ്ടിട്ട് ഈ പേടിക്കണ്ട. ഈ നേരെ പെരേ പോയിക്കോ. ഈ എന്റെ പണിയെടുത്തോ. വരെ ആരും ഈ കൂസാൻ നിൽക്കണ്ട.
ആരാന്റെ പേരയിൽ ആരാ വരുന്ന് ഇറങ്ങിപ്പോണെന്ന് നോക്കണ നേരം കൊണ്ട് നേരെ പോയി പള്ളിയിൽ പോയി ഇത്തിക്കാഫ് ഇരുന്നാളുണ്ടോ. നിനക്ക് വേണ്ടി മറ്റുള്ളവർ നിസ്കരിക്കുന്നതിന് മുമ്പ് നീ നിനക്ക് വേണ്ടി നിസ്കരിക്കുക. ഓരോ മിനിറ്റ് ഇറങ്ങും സദാചാര പോലീസിന്റെ കുപ്പായി വിട്ടിട്ട്